അനുമതി നിഷേധിച്ചിട്ടും റോഡ് ഷോ നടത്തി തിയേറ്ററിൽ എത്തിയത് എന്തിന്? എപ്പോഴാണ് സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞത്? പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ. അതിനിടെ അല്ലുവിന്റെ സുരക്ഷാ മാനേജരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരാധകരെ അല്ലുവിന്റെ സുരക്ഷാ ജീവനക്കാരൻ വടികൊണ്ട് തല്ലുന്ന വീഡിയോ പുറത്തായിരുന്നു. പുഷ്പ 2 പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ അല്ലുവിനെ ഇന്നലെ ഹൈദരാബാദ് പോലീസ് വിളിച്ചു വരുത്തുകയായിരുന്നു. സുരക്ഷാ സംഘം ആളുകളെ മർദ്ദിച്ചപ്പോൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല? പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളല്ലേ നടത്തിയത്? തുടങ്ങിയ ചോദ്യങ്ങൾക്കും മൗനമായിരുന്നു ഉത്തരം. നേരത്തെ പോലീസ് പുറത്തുവിട്ട തിയേറ്ററിലുണ്ടായ സംഭവത്തിന്റെ 10 മിനിറ്റുള്ള വീഡിയോയും പ്രദർശിപ്പിച്ചു. എന്നിട്ടും മൗനം തുടർന്നു. DCPയും ACPയും ഉൾപ്പെട്ട 4 അംഗ സംഘമാണ് ചോദ്യം ചെയ്തത്. ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ 11ഓടെയാണ് അല്ലു അർജുൻ ഹാജരായത്. താരം എത്തുന്നത് കണക്കിലെടുത്ത വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. 100 കണക്കിന് ആരാധകരും പ്രദേശത്ത് തമ്പടിച്ചു. അല്ലു അർജുനെ തിയേറ്ററിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം. ഡിസംബർ 4-നാണ് സന്ധ്യ തിയേറ്ററിൽ പുഷ്പ 2 പ്രദർശനത്തിനിടെ അപ്രതീക്ഷിതമായി അല്ലു അർജുൻ എത്തിയത്. ഇതോടെ അനിയന്ത്രിതമായി തിരക്കുണ്ടായി. ദിൽസുഖ് നഗർ സ്വദേശി രേവതി തിരക്കിൽപ്പെട്ട് കുഴഞ്ഞു വീഴുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. രേവതിയുടെ ഇളയ മകന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. അല്ലു അർജുനെയും തിയേറ്ററിന്റെ ഉടമസ്ഥരെയും അറസ്റ്റ് ചെയ്തിരുന്നു. അല്ലു പിന്നീട് ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങി. അല്ലുവിന്റെ വീടിന് നേർക്ക് കല്ലേറുമുണ്ടായി. രേവതിയുടെ കുടുംബത്തിന് പുഷ്പ 2വിന്റെ നിർമ്മാണ കമ്പനിയായ മൈത്രി മൂവി മേക്കേഴ്സ് 50 ലക്ഷം രൂപ നൽകി. രേവതിയുടെ ഭർത്താവിനെ നേരിൽ കണ്ടാണ് നിർമ്മാതാവ് നവീൻ എർണേനി 50 ലക്ഷം രൂപയുടെ ചെക്ക് തെലങ്കാന മന്ത്രി വെങ്കട് റെഡ്ഡിയുടെ സാന്നിധ്യത്തിൽ കൈമാറിയത്.